ഉപതെരഞ്ഞെടുപ്പ് നാളെ. ഇന്ന് നിശബ്ദ പ്രചരണം. സജ്ജമായി പോളിംഗ് ബൂത്തുകൾ. ചേലക്കര മണ്ഡലത്തിന്റെ അതിർത്തിയായ ചെറുതുരുത്തിയിൽ തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് 19 ലക്ഷത്തിലധികം രൂപ പിടികൂടി. പിടിച്ചെടുത്ത പണത്തിന്റെ ഉറവിടം തേടുന്നു. വിലക്ക് ലംഘിച്ച് ചേലക്കരയിൽ വാർത്താ സമ്മേളനം നടത്തി PV അൻവർ MLA. പണവും മദ്യവും നൽകി ചേലക്കരയിൽ വോട്ടർമാരെ സ്വാധീനിക്കുകയാണെന്ന് ആരോപണം. ദേശീയപാത എടമുറ്റത്ത് സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച് കാർ ഡ്രൈവർ മരിച്ചു. മലപ്പുറം സ്വദേശി ശരൺ കൃഷ്ണയാണ് മരിച്ചത്. കേച്ചേരിയിൽ ജ്വല്ലറിയിൽ നിന്നും 8 പവൻ സ്വർണം കവർന്നു. വടക്കാഞ്ചേരി റോഡിലെ പേൾ ജ്വല്ലറിയിൽ ഇന്നലെയാണ് കവർച്ച നടന്നത്. ഇതര സംസ്ഥാനക്കാരായ 2 പേർ സ്വർണം കവരുന്നത് CCTV. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ ഇടിവ്. പവന് 1080 രൂപ കുറഞ്ഞു. 1 പവൻ സ്വർണത്തിന്റെ വില 56,680 രൂപ. വാർത്തകൾ വിശദമായി. ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നാളെ. ഇന്ന് നിശബ്ദ പ്രചരണമാണ്. ചേലക്കര മണ്ഡലത്തിൽ നാളെ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊണ്ടാഴി, തിരുവില്ലാമല, പഴയന്നൂർ, ചേലക്കര, പാഞ്ഞാൾ, വള്ളത്തോൾ നഗർ, മുള്ളൂർക്കര, വരവൂർ, ദേശമംഗലം എന്നീ 9 പഞ്ചായത്തുകളാണ് മണ്ഡലത്തിലുള്ളത്. അവസാന 6 നിയമസഭാ തെരഞ്ഞെടുപ്പിലും തെരഞ്ഞെടുപ്പ് വിജയം LDF-നായിരുന്നു. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിനുള്ള ഇലക്ഷൻ വോട്ടിംഗ് യന്ത്രസാമഗ്രികൾ ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ വിതരണം നടന്നു. ഇലക്ഷൻ റിട്ടേണിംഗ് ഓഫീസർ MA ആശ, അസിസ്റ്റന്റ് റിട്ടേൺ ഓഫീസർ TP കിഷോർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സാമഗ്രികൾ വിതരണം ചെയ്തത്. നടപടിക്രമങ്ങൾ വിലയിരുത്താൻ തൃശൂർ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എത്തിയിരുന്നു. രാവിലെ 8 മണിക്ക് തന്നെ ചേലക്കര നിയോജക മണ്ഡലത്തിലെ 9 പഞ്ചായത്തുകളിലുള്ള 180 ബൂത്തുകളിലേക്ക് ഇലക്ഷൻ സാമഗ്രികൾ വിതരണം ചെയ്യാൻ ആരംഭിച്ചിരുന്നു. ഒരു ബൂത്തിലേക്ക് പ്രിസൈഡിംഗ് ഓഫീസറും പോലീസ് ഉദ്യോഗസ്ഥനും ഉൾപ്പെടെ 5 പേരെയാണ് നിയോഗിക്കുന്നത്. ഇലക്ഷൻ കഴിഞ്ഞതിനു ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ ചെറുതുരുത്തി സ്കൂളിൽ എത്തിച്ചതിനു ശേഷം സീൽ ചെയ്ത് പൂട്ടിവെക്കും. 23-ന് വോട്ടെണ്ണൽ ഇവിടെ നടക്കും. ചേലക്കര മണ്ഡലത്തിലുള്ളത് 2,13,103 വോട്ടർമാർ. 1,01,903 പുരുഷ വോട്ടർമാരും 1,11,197 സ്ത്രീ വോട്ടർമാരുമാണ് മണ്ഡലത്തിലുള്ളത്. നാളെ രാവിലെ 7 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിക്കും. വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 180 പോളിംഗ് ബൂത്തുകളാണ് മണ്ഡലത്തിലുള്ളത്. ഇതിൽ 14 പോളിംഗ് ബൂത്തുകൾ പ്രശ്നബാധിത ബൂത്തുകളായി കണക്കാക്കിയിട്ടുണ്ട്. പോളിംഗിന് 864 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. പോളിംഗ് ബൂത്ത് സുരക്ഷയ്ക്കായി 600-ലധികം പോലീസുകാരെയും വിന്യസിച്ചിട്ടുണ്ട്. മുഴുവൻ പോളിംഗ് ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് നിരീക്ഷിക്കാൻ കമാൻഡ് കൺട്രോൾ റൂം. ചേലക്കരയിൽ എല്ലാ പോളിംഗ് ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഓരോ വോട്ടറും വോട്ട് ചെയ്യാനെത്തുന്നതും പുറത്തിറങ്ങുന്നതും ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ വെബ്കാസ്റ്റിംഗ് സംവിധാനത്തിലൂടെ തത്സമയം നിരീക്ഷിക്കാനാകും. ചെറുതുരുത്തി PWD റെസ്റ്റ് ഹൌസിൽ ഒരുക്കിയ കമാൻഡ് കൺട്രോൾ റൂമിലാണ് നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ചെറുതുരുത്തിയിൽ പോലീസ് പരിശോധനയ്ക്കിടെ 19,20,000 രൂപ പിടികൂടി. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ചെറുതുരുത്തി കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് പണം പിടികൂടിയത്. കേരള കലാമണ്ഡലത്തിന് മുന്നിൽ വെച്ച് 2 പേർ സഞ്ചരിച്ചിരുന്ന കാറിൽ നിന്നുമാണ് പണം പിടിച്ചെടുത്തത്. പോലീസ് ഉദ്യോഗസ്ഥർ ഇലക്ഷൻ കമ്മീഷനെ വിവരമറിയിക്കുകയും കമ്മീഷനെത്തി ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരെ വിളിച്ചറിയിക്കുകയും ഇവർക്ക് പണം കൈമാറുകയും ചെയ്തു. വിശദമായ പരിശോധനകൾ നടക്കുന്നുണ്ടെന്നും പണത്തിന്റെ കൃത്യമായ ഉറവിടം തെളിയിക്കാനായാൽ പണം തിരികെ നൽകുമെന്നും മറ്റ് നിയമ നടപടികൾക്ക് വിധേയമാകേണ്ട സാഹചര്യമില്ലെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ബാങ്കിൽ നിന്നും കഴിഞ്ഞ ദിവസം പിൻവലിച്ച 25 ലക്ഷത്തിന്റെ ബാക്കി തുകയാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്ന് വാഹനമുടമയായ ഷൊർണൂർ കുളപ്പുള്ളി സ്വദേശി മാധ്യമങ്ങളോട് പറഞ്ഞു. ചെറുതുരുത്തിയിൽ പിടിച്ചെടുത്ത കള്ളപ്പണം ചേലക്കര തെരഞ്ഞെടുപ്പിൽ വിതരണം ചെയ്യാൻ കൊണ്ടുവന്നതെന്ന് അനിൽ അക്കര. പണത്തിന്റെ ഉടമയ്ക്ക് കരുവന്നൂർ കേസിലെ പ്രതികളായ കോലഴി സതീഷും അരവിന്ദാക്ഷനുമായും CPM നേതാവ് EP ജയരാജനുമായും അടുത്ത ബന്ധമുണ്ടെന്നും അനിൽ അക്കര ആരോപിച്ചു. ഷൊർണൂരിലെ CPM നേതാവ് MR മുരളിയാണ് പണം കൈകാര്യം ചെയ്യുന്നതെന്നും പെൻഷൻ വിതരണത്തിന്റെ മറവിൽ സഹകരണ സംഘം ജീവനക്കാരാണ് കോളനികളിൽ പണം വിതരണം ചെയ്യുന്നതെന്നും അനിൽ അക്കര പറഞ്ഞു. കടത്തിയ തുക CPM ഫണ്ടാണെന്നും 5 കോടി രൂപയാണ് വിതരണം ചെയ്യാൻ കൊണ്ടുവന്നതെന്നും അനിൽ അക്കര ആരോപിച്ചു. ഈ പറയുന്ന ജയൻ എന്ന് പറയുന്ന കൊളപ്പുള്ളി സ്വദേശിയായ ജയൻ ഇപ്പോ കരുവന്നൂർ കേസിൽ പ്രതികളായിട്ടുള്ള ജയിലിൽ കിടക്കുന്ന കോലഴി സതീശിന്റെയും
വടക്കാഞ്ചേരി കൗൺസിലറായ അരവിന്ദാസിന്റെയും ഏറ്റവും അടുത്ത ചങ്ങാതിയാണ്. ഇപ്പോൾ ഈ പണം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ LDF കൺവീനറുമായ ശ്രീ EP ജയരാജന്റെ കൂടി നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. ഷൊർണൂർ മുൻ മുനിസിപ്പൽ ചെയർമാൻ MR മുരളിയാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പണമിടപാടുകൾ പാലക്കാട് അസംബ്ലിയിലും ചേലക്കര അസംബ്ലിയിലും കൈകാര്യം ചെയ്യാൻ വേണ്ടി ചുമതലപ്പെട്ടിരിക്കുന്നത് ഷൊർണൂരിലെ മുൻ നഗരസഭാ ചെയർമാനും മലബാർ ദേവസ്വം ബോർഡ് ചെയർമാനുമായ MR മുരളിയാണ് ഈ പണം വിതരണം ചെയ്യാൻ വേണ്ടി ഇദ്ദേഹത്തെ നിയോഗിച്ചിട്ടുള്ളതും കൈകാര്യം ചെയ്തതും MR മുരളിയുടെ നേതൃത്വത്തിലാണ്. മാത്രമല്ല പാലക്കാട് മറ്റു ചില കേന്ദ്രങ്ങളിലാണ് പണം എത്തിക്കുന്നത്. പക്ഷേ ചേലക്കരയിൽ പണം എത്തിക്കുന്നത് CPM ഏറെ സ്വാധീനമുള്ള കളർത്തോൺ നഗർ പഞ്ചായത്തിലാണ്. ഇതിലാണ് ഈ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട മന്ത്രിമാർ ക്യാമ്പ് ചെയ്ത് താമസിക്കുന്നത്. ഇതിനകത്തെ സംസ്ഥാന മന്ത്രിസഭയിലെ ഏറ്റവും സ്വാധീനമുള്ള ഒരു മന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ വീട് ജ്യോതി അഗരി കോളേജിന്റെ ബാക്കിലാണ്. ഇവിടേക്കാണ് ഓരോ ദിവസവും ഇത്തരത്തിൽ 1/4 കോടി രൂപയും 1/2 കോടി രൂപയും എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പണം മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് ചേലക്കര അസംബ്ലി മണ്ഡലത്തിൽ 500ഓളം പട്ടികജാതി കോളനികളുണ്ട്. ഓരോ പട്ടികജാതി കോളനിയിലും ഓരോ ലക്ഷം രൂപ കണക്കാക്കി 500 ലക്ഷം രൂപയാണ് വിതരണം ചെയ്യാൻ വേണ്ടിയുള്ള ഏർപ്പാടുകൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്നു. വിലക്ക് ലംഘിച്ച് ചേലക്കരയിൽ വാർത്താ സമ്മേളനം നടത്തി PV അൻവർ MLA. വാർത്താ സമ്മേളനം തിരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്നും നടത്താൻ അനുവദിക്കില്ലെന്നുമുള്ള പോലീസ് മുന്നറിയിപ്പ് തള്ളിയാണ് PV അൻവർ ചേലക്കരയിൽ വാർത്താ സമ്മേളനം നടത്തിയത്. പണവും മദ്യവും നൽകി ചേലക്കരയിൽ വോട്ടർമാരെ സ്വാധീനിക്കുകയാണെന്നും തന്നെ കൂട്ടമായി ആക്രമിക്കുന്നുവെന്നും PV അൻവർ പറഞ്ഞു. 3 മുന്നണികളും കൂടി 34 കോടിയിലധികം രൂപയാണ് ചേലക്കരയിൽ തെരഞ്ഞെടുപ്പിന് ചെലവഴിച്ചതെന്നും ഇത് ചട്ടലംഘനമാണെന്നും PV അൻവർ MLA ആരോപിച്ചു. വാർത്താ സമ്മേളനത്തിനിടെ നാടകീയ രംഗങ്ങളും അരങ്ങേറി. അനുമതിയില്ലാതെ വാർത്താ സമ്മേളനം നടത്തരുതെന്നാവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർ എത്തുകയായിരുന്നു. എന്നാൽ അൻവർ എതിർത്തതോടെ ഇവർ മടങ്ങി. ഇതേസമയം അൻവറിനെതിരെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നോട്ടീസ് നൽകി. ഇടവേള. ഡിജിറ്റൽ കേബിൾ കടവന്ത്രയിലെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ പ്രമുഖ ബ്രോഡ്കാസ്റ്റർമാർ, ഡിജിറ്റൽ കേബിൾ ബ്രോഡ്ബാൻഡ് ടെക്നോളജി കമ്പനികൾ, IPTV OTT സർവീസ് പ്രൊവൈഡർമാർ എന്നിവർ പങ്കെടുക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മാധ്യമരംഗവും, ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനികളുടെ ലയനവും അനന്തരഫലങ്ങളും, IPTV ബ്രോഡ്ബാൻഡ് ടെക്നോളജി തുടങ്ങിയ വിഷയങ്ങളിൽ വിദഗ്ധർ പങ്കെടുക്കുന്ന സെമിനാറുകൾ. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വിപുലമായ കേബിൾ ബ്രോഡ്കാസ്റ്റ് എക്സിബിഷനിൽ പങ്കെടുക്കൂ. ഡിജിറ്റൽ ഭാവിയിലേക്ക് സജ്ജരാവൂ. മെഗാ കേബിൾ ഫെസ്റ്റ്. എക്സ്പീരിയൻസ് ദി എവല്യൂഷൻ. വാർത്തകൾ തുടരുന്നു. ദേശീയപാത എടമുറ്റത്ത് സ്വകാര്യ ബസും കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം. ഒരാൾ മരിച്ചു. കാർ യാത്രികനായ മലപ്പുറം സ്വദേശി 23 വയസ്സുള്ള ശരൺ കൃഷ്ണയാണ് മരിച്ചത്. ഇന്ന് രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. ഗുരുവായൂരിലേക്ക് പോയിരുന്ന ബസും എതിരെ വന്ന കാറും കൂട്ടിയിടിച്ച് നിയന്ത്രണം വിട്ട് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലും വൈദ്യുതി പോസ്റ്റിലും ഇടിക്കുകയായിരുന്നു. കാർ ഓടിച്ചിരുന്നത് ശരൺ കൃഷ്ണയായിരുന്നു. കൂടെയുണ്ടായിരുന്ന ബന്ധു സോണിയ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ബസ്സിലുണ്ടായിരുന്ന ഒരാൾക്കും പരിക്കേറ്റിട്ടുണ്ട്. കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ചാലിശ്ശേരി കവുക്കോട് ബസ് മതിലിലിടിച്ച് നിരവധി പേർക്ക് പരിക്കേറ്റു. ചാലിശ്ശേരിയിൽ നിന്നും മിനി സിവിൽ സ്റ്റേഷൻ ഡെന്റൽ കോളേജ് വഴി എടപ്പാളിലേക്ക് പോകുന്ന തമീം എന്ന ബസ്സാണ് മതിലിലിടിച്ചത്. പരിക്കേറ്റ യാത്രക്കാരെ പെരുമ്പിലാവ് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻവശത്തെ ചില്ല് തകർന്നു. റോഡിന് കുറുകെ ചാടിയ നായയെ രക്ഷിക്കാൻ വേണ്ടി ഡ്രൈവർ ബസ് വെട്ടിച്ചതാണ് അപകട കാരണമെന്ന് യാത്രക്കാർ പറഞ്ഞു. കുന്നംകുളം കേച്ചേരിയിൽ ജ്വല്ലറിയിൽ നിന്നും 8 പവൻ സ്വർണം കവർന്നു. കേച്ചേരി വടക്കാഞ്ചേരി റോഡിലെ പേൾ ജ്വല്ലറിയിൽ നിന്നാണ് സ്വർണം കവർന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 2:30യോടെയാണ് 2 ഇതര സംസ്ഥാനക്കാർ ജ്വല്ലറിയിലേക്ക് കുട്ടികളുടെ മോതിരം ആവശ്യപ്പെട്ട് വന്നിരുന്നത്. സ്ഥാപനത്തിലെ ജീവനക്കാരൻ മോതിരങ്ങൾ കാണിച്ചു കൊടുക്കുന്നതിനിടെ ജീവനക്കാരൻ അറിയാതെ സമീപത്ത് വച്ചിരുന്ന ഏലസുകളും കമ്മലുകളും അടങ്ങിയ പെട്ടി കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ ഷർട്ടിന്റെ പോക്കറ്റിലേക്ക് ഇടുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. രാത്രി കടയടയ്ക്കുന്നതിന് മുന്നോടിയായി സ്റ്റോക്ക് എടുക്കുന്നതിനിടെയാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു.
സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വന്നിടിവ്. പവന് 1080 രൂപ കുറഞ്ഞു. ഗ്രാമിന് 135 രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഗ്രാമിന് 7085 രൂപയും പവന് 56,680 രൂപയുമാണ് സ്വർണ്ണവില. പവന് 59,640 രൂപയാണ് സ്വർണത്തിന് ഇതുവരെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും ഉയർന്ന നിരക്ക്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ ആനിമൽ കീപ്പറെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൈനൂർ സ്വദേശി 26 വയസ്സുള്ള അമൽ രാജാണ് മരിച്ചത്. രാവിലെ മുതൽ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. പക്ഷികളുടെ കൂടിനടുത്തുള്ള കുളത്തിന് സമീപം ബാഗും ചെരുപ്പും കണ്ടെത്തിയതിനെ തുടർന്ന് ഫയർഫോഴ്സ് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അരിമ്പൂരിൽ ലോട്ടറി വിറ്റ് ഉപജീവനം നടത്തുന്ന വയോധികയെ ഡമ്മി നോട്ട് കൊടുത്ത് ടിക്കറ്റും പണവും കവർന്നു. അരിമ്പൂർ 4-ാം കല്ല് കോവിൽ റോഡിന് മുൻപിൽ കച്ചവടം ചെയ്യുന്ന 60-കാരിയായ കാർത്തിയായനെയാണ് തട്ടിപ്പിനിരയായത്. 500 രൂപയുടെ ഡമ്മി നോട്ട് കൊടുത്തായിരുന്നു തട്ടിപ്പ്. മക്കളില്ലാത്ത ഇവർ സഹോദരന്റെ വീട്ടിലാണ് താമസം. ബൈക്കിലെത്തിയ യുവാവാണ് 500 രൂപയുടെ ഡമ്മി നോട്ട് നൽകിയത്. ചിൽഡ്രൻസ് നോട്ട് എന്നെഴുതിയ നോട്ട് തിരിച്ചറിയാൻ കാർത്തിയായനിക്കായില്ല. 40 രൂപയുടെ 2 ലോട്ടറി ടിക്കറ്റ് യുവാവ് എടുത്തു. പണമായി നൽകിയ ഡമ്മി നോട്ട് മാറി ബാക്കി 420 രൂപ യുവാവിന് നൽകി. പിന്നീട് വിൽപ്പനയ്ക്കുള്ള ലോട്ടറി എടുക്കാനായി പോയപ്പോഴാണ് താൻ കബളിപ്പിക്കപ്പെട്ടതായി കാർത്തിയായനിക്ക് മനസ്സിലായത്. ലോട്ടറി കച്ചവടക്കാരെ കബളിപ്പിച്ച് പണം തട്ടുന്ന സംഭവങ്ങൾ സമീപ നാളുകളിൽ ഏറിവരികയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള തുടർച്ചയായ അധിക്ഷേപത്തിലും വിരട്ടലിലും പ്രതിഷേധിച്ച് KUWJ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. തൃശൂർ പ്രസ് ക്ലബിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ സംഘടനാ മുൻ ജനറൽ സെക്രട്ടറി ES സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് MB ബാബു അധ്യക്ഷത വഹിച്ചു. പ്രസ് ക്ലബ് ജോയിന്റ് സെക്രട്ടറി B സതീഷ്, വൈസ് പ്രസിഡന്റ് അക്ഷിത രാജ് തുടങ്ങിയവർ സംസാരിച്ചു. സ്ത്രീകൾ മാത്രം നിയന്ത്രിക്കുന്ന ഒരു പോളിംഗ് ബൂത്തുണ്ട് ചേലക്കരയിൽ. പ്രിസൈഡിംഗ് ഓഫീസർ അടക്കം എല്ലാ ഉദ്യോഗസ്ഥരും വനിതകളായ മണ്ഡലത്തിലെ ഏക പോളിംഗ് സ്റ്റേഷനാണിത്. ഇത് സ്ത്രീകൾക്ക് മാത്രം ചുമതലയുള്ള ചേലക്കരയിലെ ഏക പോളിംഗ് ബൂത്ത്. പ്രിസൈഡിംഗ് ഓഫീസർ അടക്കം 4 പോളിംഗ് ഉദ്യോഗസ്ഥരും 2 സുരക്ഷാ ഉദ്യോഗസ്ഥരും വനിതകൾ. പ്രിസൈഡിംഗ് ഓഫീസർ K ദീജയുടെ നേതൃത്വത്തിലാണ് ഈ പോളിംഗ് സ്റ്റേഷന്റെ പ്രവർത്തനം. വനിതകൾ മാത്രം നിയന്ത്രിക്കുന്ന ബൂത്താണെന്ന് അറിഞ്ഞതിൽ സന്തോഷം. ഞങ്ങളെല്ലാവരും വനിതകളാണ്. 2 പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്, അവരും വനിതകളാണ്. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ക്ലാസ്സിന് പോയപ്പോഴാണ് എല്ലാവരും പുരുഷന്മാരായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് പേരെ കണ്ടപ്പോൾ തന്നെ നമ്മൾ അന്വേഷിച്ചു. അപ്പോൾ പറഞ്ഞു വനിതാ ബൂത്താണ്, ചേലക്കര മണ്ഡലത്തിലെ ഒരു വനിതാ ബൂത്ത് ഉണ്ടായിരിക്കും, അതിലേക്കുള്ള ഉദ്യോഗസ്ഥന്മാരാണെന്ന് അപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ചേലക്കര ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഹൈസ്കൂളിലെ 69-ാം നമ്പർ ബൂത്താണ് സ്ത്രീകൾ മാത്രം നിയന്ത്രിക്കുന്നത്. രാവിലെ നേരത്തെ തന്നെ പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങി ഈ വനിതാ ഉദ്യോഗസ്ഥ സംഘം ഡ്യൂട്ടി തുടങ്ങി. വളയിട്ട കൈകളിൽ ഈ പോളിംഗ് ബൂത്ത് ഭദ്രമാണ്. സ്ത്രീകൾ മാത്രം നിയന്ത്രിക്കുന്ന ചേലക്കരയിലെ ഏക പോളിംഗ് ബൂത്ത് എന്ന പ്രത്യേകതയും അതിലുപരി കൗതുകവുമുണ്ട് ഈ പോളിംഗ് ബൂത്തിന്. ക്യാമറമാൻ പ്രവീണിനോടൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TC വിനോസ്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചയാകേണ്ട ഒരു വിഷയവും ചർച്ചയായിട്ടില്ലെന്നും എല്ലാവരും വിവാദങ്ങളുടെ പിറകെ പോയെന്നും യൂത്ത് കോൺഗ്രസ് മുൻ സെക്രട്ടറി മുഹമ്മദ് ഹാഷി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. MLA CC മുകുന്ദന്റെ പേഴ്സണൽ അസിസ്റ്റന്റായിരുന്ന മസൂദ് K വിനോദ് MLAയുടെ കള്ള ഒപ്പിട്ട് ഓവർ ഡ്യൂട്ടി അലവൻസ് വാങ്ങിയെന്നും ഇത്തരത്തിൽ മാത്രം അനധികൃതമായി 2021-23 കാലയളവിൽ 85,400 കൈപ്പറ്റിയതായും മുഹമ്മദ് ഹാഷി ആരോപിച്ചു. നിരവധി ക്രമക്കേടുകളാണ് ഈ സർക്കാരിന്റെ കാലത്ത് നടക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ചുള്ള ദേവസ്വത്തിന്റെ ഉദയാസ്തമന പൂജ ഇന്ന്. മുൻ വർഷങ്ങളിൽ ഏകാദശി ദിവസങ്ങളിലാണ് ഉദയാസ്തമന പൂജ നടത്താറുള്ളത്. എന്നാൽ വിളക്കിന്റെ 2ാം ദിനത്തിലേക്ക് ഉദയാസ്തമന പൂജ ദേവസ്വം മാറ്റുകയായിരുന്നു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ ശക്തൻ നഗറിലെ GST ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. കെട്ടിട വാടകയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ 18% GST പിൻവലിക്കുക, ഹോട്ടൽ ഭക്ഷണത്തിന് മേലുള്ള GST 1% കുറയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അമ്പാടി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് C ബിജുലാൽ, സംസ്ഥാന നേതാക്കളായ ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത്, G പ്രകാശ്, ജില്ലാ സെക്രട്ടറി
VR സുകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് തൃശൂരിന്റെ 19ാമത് ഫിലിം ഫെസ്റ്റിവൽ 2ാം ദിവസത്തിലേക്ക് കടന്നു. ഒരു ഡോക്യുമെന്ററി ഉൾപ്പെടെ 3 സിനിമകൾ രാവിലെ തൃശൂർ രവികൃഷ്ണ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചു. പ്രശാന്ത് വിജയ് സംവിധാനം ചെയ്ത മലയാള സിനിമ ദായം പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി. ഉച്ചയ്ക്ക് ശേഷം തൃശൂർ സെന്റ് തോമസ് കോളേജിൽ ലോക സിനിമയുടെ പ്രദർശനവും ഓപ്പൺ ഫോറവും നടക്കും. 6 ദിവസങ്ങളിലായി നടക്കുന്ന ഫിലിം ഫെസ്റ്റിവൽ വെള്ളിയാഴ്ച സമാപിക്കും. വരന്തരപ്പിള്ളിയിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡ് തകർന്നു. വരന്തരപ്പിള്ളി കുന്നത്തുപാടം റോഡിലാണ് സംഭവം. തോട്ടുമുഖം പമ്പ് ഹൌസിൽ നിന്നും വേപ്പൂർ, കുന്നത്തുപാടം, പയ്യാക്കര എന്നിവിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്ന പ്രധാന പൈപ്പാണ് പൊട്ടിയത്. പൈപ്പ് പൊട്ടിയതോടെ ഈ പ്രദേശത്തേക്കുള്ള കുടിവെള്ള വിതരണം നിർത്തിവച്ചു. ടാറിംഗ് അടർന്ന് വെള്ളം ശക്തിയായി പുറത്തേക്ക് ഒഴുകി റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഇവിടെ പൈപ്പ് പൊട്ടുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. കാലപ്പഴക്കം വന്ന പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ടെങ്കിലും വാട്ടർ അതോറിറ്റി യാതൊരു നടപടിയും എടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം. കൊടുങ്ങല്ലൂർ ഉപജില്ലാ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. മതിലകം സെന്റ് ജോസഫ് സ്കൂളിൽ ബെന്നി ബെഹനാൻ MP കലോത്സവം ഉദ്ഘാടനം ചെയ്തു. E.T. ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. സംവിധായകൻ കമൽ കലാമത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സിനിമ സ്പെഷ്യൽ ജൂറി അവാർഡ് ജേതാവ് സിജി പ്രദീപ് മുഖ്യാതിഥിയായിരുന്നു. കൊടുങ്ങല്ലൂർ AEO P. മൊയ്തീൻകുട്ടി, ഫാദർ ഷൈജൻ കളത്തിൽ, മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. കാരണം ഈ നാട് ഒരുപാട് എല്ലാം കൂടി ഒരുമിച്ച് സ്കൂൾ കലോത്സവം എന്ന പേരിൽ നടത്തപ്പെടുന്ന ഈ പരിപാടിക്ക് തീർച്ചയായും വരുന്ന നിരവധിയായിട്ടുള്ള പ്രതിഭകളെ സൃഷ്ടിക്കാൻ കഴിയുന്ന അർത്ഥത്തിലേക്കുള്ള വിദ്യാർത്ഥികളെ രൂപപ്പെടുത്തേണ്ടതുണ്ട്. പണ്ട് കാലങ്ങളിൽ ബുധനാഴ്ചയൊക്കെ ഒരു സാഹിത്യ സമാജം എന്നൊക്കെ പറഞ്ഞൊരു ഏർപ്പാടുണ്ടായിരുന്നു. സാഹിത്യ സമാജത്തിലാണ് നമ്മളിങ്ങനെ കുട്ടികൾ അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനുള്ള, പ്രകടിപ്പിക്കാനുള്ള ചെറിയ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. ഒരുപക്ഷെ സ്കൂൾ കലോത്സവ വേദികളിൽ പ്രകടിപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ അരങ്ങേറുന്നത് പോലെ എല്ലാ കലകളെയും സംയോജിപ്പിക്കുന്ന ഒരു വേദി മാറ്റുന്നു. നമ്മുടെ ശാസ്ത്രീയ കലകളെ, നമ്മുടേതായ മലയാളികളുടേതായ തനതായ കലകളെ, പൗരാണികമായ കലകളെ. മോട്ടോർ തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാവറട്ടി പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പഞ്ചായത്തിലെ തകർന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാത്ത പാവറട്ടി ഗ്രാമപഞ്ചായത്ത് അധികാരികളുടെ നിലപാടുകൾക്കെതിരെയായിരുന്നു പ്രതിഷേധ മാർച്ച്. വിവിധ സന്നദ്ധ സംഘടനകളും ക്ലബ്ബുകളും പ്രതിഷേധ സമരത്തിൽ പങ്കുചേർന്നു. റോഡുകളുടെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നും അല്ലാത്തപക്ഷം അനിശ്ചിതകാല പണിമുടക്ക് പോലുള്ള സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും തൊഴിലാളി സംഘടനാ നേതാക്കൾ അറിയിച്ചു. KTUC ജില്ലാ പ്രസിഡന്റ് NJ ലിയ ഉദ്ഘാടനം ചെയ്തു. STU മോട്ടോർ തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് സിംല അധ്യക്ഷത വഹിച്ചു. റോഡ് സേഫ്റ്റി ആക്ഷൻ കമ്മിറ്റി കൺവീനർ AK ഷിഹാബ്, പൗരസമിതി പ്രസിഡന്റ് വർഗീസ് പാവറട്ടി, ഷെഫീഖ് വെന്മേനാട്, AC ജോർജ്, ഭാസ്കരൻ മന്നത്ത തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതോടെ അജണ്ട ചർച്ച ചെയ്യാനാകാതെ യോഗം അവസാനിപ്പിച്ചു. നഗരസഭയ്ക്ക് കീഴിലുള്ള ക്രിമിറ്റോറിയത്തിന് കേടുപാടുകൾ സംഭവിച്ച് 6 മാസം പിന്നിട്ടിട്ടും കേടുപാടുകൾ പരിഹരിക്കാൻ നഗരസഭാ ഭരണസമിതി തയ്യാറാകുന്നില്ലെന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയത്. കോൺഗ്രസ് കൌൺസിലർമാരാണ് ആരോപണം ഉന്നയിച്ചത്. തുടർന്ന് BJP കൌൺസിലർമാരും പ്രതിഷേധം ഏറ്റെടുത്തു. സാങ്കേതികത്വമാണ് ക്രിമിറ്റോറിയത്തിന്റെ കേടുപാടുകൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ നീണ്ടുപോകുന്നതെന്ന് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പറഞ്ഞതോടെ ഭരണ പ്രതിപക്ഷ കൌൺസിലർമാർ തമ്മിൽ വാക്കുതർക്കമുണ്ടായി. പ്രതിഷേധം ശക്തമായതോടെ അജണ്ട ചർച്ച ചെയ്യാനാകാതെ യോഗം അവസാനിപ്പിക്കുകയായിരുന്നു. അന്തിക്കാട് ഹൈസ്കൂളിനും KGM LP സ്കൂളിനും മുൻവശത്തായുള്ള PWD റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു. റോഡ് തകർന്നിടത്ത് വലിയ കുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഈ കുഴിയിൽ വാഹനങ്ങൾ ചാടുമ്പോൾ മെറ്റൽ തെറിച്ച് വഴിയാത്രക്കാർക്ക് പരിക്ക് പറ്റുന്നതായും പരാതിയുണ്ട്.
അടിയന്തരമായി കുഴിയടച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഗുരുവായൂരപ്പന് വഴിപാടായി ഒറ്റമരത്തടിയിൽ തീർത്ത ഫുട്ബോൾ മാതൃക. ചാലക്കുടി സ്വദേശിയും ശില്പിയുമായ ഉണ്ണി മാമ്പ്രയാണ് സമർപ്പണം നടത്തിയത്. 1.5 ലക്ഷം രൂപ മോഹവില പറഞ്ഞ കൊത്തുപണിയാണിതെന്ന് ഉണ്ണി മാമ്പ്ര പറഞ്ഞു. മരത്തിൽ വൈവിധ്യങ്ങളായ കസേരകൾ തീർത്ത പ്രശസ്തനാണ് ഉണ്ണി മാമ്പ്ര. പാവറട്ടി PT കുര്യാക്കോസ് സ്മൃതി ഭവനിൽ നടക്കുന്ന ഭാരതീയ ഗണിത സപ്തദിന ശില്പശാല കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ജുനൈദ് ഭൂസൂരി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രീയ സംസ്കൃത സർവകലാശാല ഗുരുവായൂർ ക്യാമ്പസും ഇരിങ്ങാലക്കുട മാധവ ഗണിത കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിച്ച സപ്തദിന ശില്പശാലയിൽ പ്രൊഫസർ മുരളി വല്ലഭൻ മുഖ്യപ്രഭാഷണം നടത്തി. കേന്ദ്രീയ സംസ്കൃത സർവകലാശാല ഗുരുവായൂർ ക്യാമ്പസ് ഡയറക്ടർ പ്രൊഫസർ KK ഷൈൻ അധ്യക്ഷനായി. മാധവ ഗണിത കേന്ദ്രം ഡയറക്ടർ A വിനോദ് പാവറട്ടി സെന്റർ ഇൻചാർജ് പ്രൊഫസർ K വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. പാലക്കാട് സമാപിച്ച സംസ്ഥാന CBSE കലോത്സവത്തിൽ 2 ഒന്നാം സ്ഥാനവും 1 രണ്ടാം സ്ഥാനവുമായി മികച്ച നേട്ടം സ്വന്തമാക്കി തൃശൂരിലെ വിദ്യാർത്ഥിനി. തൃശൂർ ദേവമാതാ പബ്ലിക് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി റോസാലീന ഐൻ ബെന്നിയാണ് മിന്നും നേട്ടം സ്വന്തമാക്കിയ കലാകാരി. ഭരതനാട്യത്തിലും നാടോടി നൃത്തത്തിലും 1ാം സ്ഥാനവും മിമിക്രിയിൽ 2ാം സ്ഥാനവുമാണ് ഈ മിടുക്കി കരസ്ഥമാക്കിയത്. തൃശൂരിലെ പ്രശസ്ത നൃത്ത അധ്യാപകനായ ജോബ് മാസ്റ്ററുടെ കീഴിൽ കഴിഞ്ഞ 6 വർഷമായി നൃത്ത പരിശീലനം തുടരുന്ന റോസാലീന വ്യാപാരിയായ ബെന്നി പറമ്പന്റെയും ലിസയുടെയും മകളാണ്. മുണ്ടത്തിക്കോട് DVLP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച പ്രവേശന കവാടം, കുടിവെള്ള പദ്ധതി എന്നിവയുടെ ഉദ്ഘാടനം പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് കവയത്രി ഗീതാ ദിവാകരൻ നിർവഹിച്ചു. PTA പ്രസിഡന്റ് RR ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക V സരസ്വതി, സ്കൂൾ മാനേജർ K ഹരിദാസ്, SSD ചെയർപേഴ്സൺ E സുമതിക്കുട്ടി, ഡിവിഷൻ കൌൺസിലർ പ്രകാശൻ കുന്നൂർ, MPTA പ്രസിഡന്റ് ചാന്ദിനി തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേത്രങ്ങളും ക്ഷേത്രഭൂമികളും സംരക്ഷിക്കുന്നതിന് ഹൈന്ദവ സമൂഹം ക്ഷേത്ര വിമോചന സമരത്തിനിറങ്ങണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു അഭിപ്രായപ്പെട്ടു. ദേവസ്വം ബോർഡുകൾ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുമെന്ന വിശ്വാസം ഹൈന്ദവർക്കില്ലെന്ന് ബാബു പറഞ്ഞു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ തണ്ടപ്പേര് ഇതര മതസ്ഥന്റെ പേരിലാക്കുകയും പിന്നീട് പുറംപോക്കിന് തിരുത്തുകയും ചെയ്ത നടപടിക്കെതിരെ ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്ഷേത്രഭൂമിയുടെ തണ്ടപ്പേര് ശ്രീകുരുമ്പ ഭഗവതി ദേവസ്വത്തിന്റെ പേരിലാക്കാനുള്ള നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കൊടുങ്ങല്ലൂരിൽ കാലുകുത്തിക്കില്ലെന്നും RV ബാബു പറഞ്ഞു. താലൂക്ക് പ്രസിഡന്റ് ദാസ് മുളങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സത്സംഗ് പ്രമുഖ് CM ശശീന്ദ്രൻ, സ്വാമി ദേവചൈതന്യ, P രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരം നേടിയ 7ാം ക്ലാസ് വിദ്യാർത്ഥി SN ദക്ഷിണയുടെ ചിത്രം പ്രദർശനം ഈ മാസം 14 മുതൽ 17 വരെ തൃശൂർ ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കും. മലപ്പുറം താനൂർ സ്വദേശിനിയായ ദക്ഷിണ ഇതിനകം 2500-ലേറെ പുസ്തകങ്ങൾ വായിക്കുകയും കുറിപ്പുകൾ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി റെക്കോർഡുകളും ദക്ഷിണയുടെ പേരിലുണ്ട്. അക്രിലിക്, വാട്ടർ കളർ, ഓയിൽ പെയിന്റ്, പെൻസിൽ എന്നിവയിൽ തയ്യാറാക്കിയ 100 ചിത്രങ്ങളാണ് അക്കാദമി ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിക്കുക. രാവിലെ 11 മുതൽ രാത്രി 7 വരെയാണ് പ്രദർശനം. വാർത്താ സമ്മേളനത്തിൽ ദക്ഷിണ, മാതാവ് ഷൈനി എന്നിവർ പങ്കെടുത്തു. ഫിലാറ്റലിക് ക്ലബ് തൃശൂരിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള എക്സിബിഷൻ ഈ മാസം 15 മുതൽ 17 വരെ തൃശൂരിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തൃശൂർ MG റോഡിലുള്ള ശ്രീ ശങ്കര ഹാളിൽ സ്റ്റാമ്പ്, നാണയം, കറൻസി, പുരാവസ്തുക്കൾ എന്നിവയുടെ പ്രദർശനമുണ്ടാകും. ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ സ്റ്റാമ്പ് മുതൽ തിരുവിതാംകൂർ, കൊച്ചി നാട്ടുരാജാക്കന്മാരുടെ സ്റ്റാമ്പുകളും സ്വർണ്ണ നാണയങ്ങളും പ്രദർശിപ്പിക്കും. ലോകത്തിലെ ആദ്യത്തെ സ്വർണ്ണ കറൻസി അടക്കം 100 കണക്കിന് കറൻസികളും നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന പുരാവസ്തുക്കളും ചരിത്രരേഖകളും പ്രദർശനത്തിൽ ഇടം പിടിക്കും. പ്രസിഡന്റ് മധുസൂദനൻ, സെക്രട്ടറി OK പ്രകാശ്, AR ഷാജി, PL ജോസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
കേരള എയ്ഡ്സ് സെല്ലും വെങ്കിടങ്ങ് കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി എയ്ഡ്സ് ബോധവൽക്കരണ തെരുവ് നാടകം സംഘടിപ്പിച്ചു. പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് തെരുവ് നാടകം അരങ്ങേറിയത്. വെങ്കിടങ്ങ് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AT അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു. ഹെഡ് മിസ്ട്രസ് VC ബോസ് അധ്യക്ഷത വഹിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ മിഥുൻ, പ്രവീൺ തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി ദേവസൂര്യ ഗ്രാമീണ ചലച്ചിത്രോത്സവ ദശാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ജോൺ എബ്രഹാം അനുസ്മരണം നടന്നു. ചലച്ചിത്ര പ്രവർത്തകൻ ജോൺ തോമസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് KP വിനോദ് ദശാബ്ദി ആഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഫെസ്റ്റിവൽ ഡയറക്ടർ റാഫി നീലങ്കാവിൽ അധ്യക്ഷനായിരുന്നു. ഗുരുവായൂർ ദേവസ്വം ചുമർചിത്ര പഠനകേന്ദ്രം പ്രിൻസിപ്പൽ നളിൻ ബാബു, കലാസംവിധായകൻ ജെയ്സൺ ഗുരുവായൂർ, സിദ്ദിഖ് കൈതമുക്ക്, M. സ്കറിയ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7065 രൂപ, പവന് 56,520 രൂപ, വെള്ളി ഗ്രാമിന് 97 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3356 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് നാളെ. ഇന്ന് നിശബ്ദ പ്രചരണം. സജ്ജമായി പോളിംഗ് ബൂത്തുകൾ. ചേലക്കര മണ്ഡലത്തിന്റെ അതിർത്തിയായ ചെറുതുരുത്തിയിൽ തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് 19 ലക്ഷത്തിലധികം രൂപ പിടികൂടി. പിടിച്ചെടുത്ത പണത്തിന്റെ ഉറവിടം തേടുന്നു. വിലക്ക് ലംഘിച്ച് ചേലക്കരയിൽ വാർത്താ സമ്മേളനം നടത്തി PV അൻവർ MLA. പണവും മദ്യവും നൽകി ചേലക്കരയിൽ വോട്ടർമാരെ സ്വാധീനിക്കുകയാണെന്ന് ആരോപണം. ദേശീയപാത എടമുട്ടത്ത് സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച് കാർ ഡ്രൈവർ മരിച്ചു. മലപ്പുറം സ്വദേശി ശരൺ കൃഷ്ണയാണ് മരിച്ചത്. കേച്ചേരിയിൽ ജ്വല്ലറിയിൽ നിന്ന് 8 പവൻ സ്വർണം കവർന്നു. വടക്കാഞ്ചേരി റോഡിലെ പേൾ ജ്വല്ലറിയിൽ ഇന്നലെയാണ് കവർച്ച നടന്നത്. ഇതര സംസ്ഥാനക്കാരായ 2 പേർ സ്വർണം കവരുന്നത് CCTV. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ ഇടിവ്. പവന് 1080 രൂപ കുറഞ്ഞു. 1 പവൻ സ്വർണത്തിന്റെ വില 56,680 രൂപ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.